കുട്ടികൾ ഉണ്ടാക്കാനും ഒക്കെ അവരുടെ പണിയാണ്. മേഡം, എൻ്റെ കസിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭക്ഷണ രീതി കുഞ്ഞിനെ ബാധിക്കുമെന്ന്. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് പ്രസവത്തിന് മുന്നേ എന്തിനാ കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി തരാനേ ഞാൻ തേനീച്ചകളുടെ കാര്യം പറഞ്ഞു തരാം. തേനീച്ചകളിലെ 3 വർഗങ്ങളാണുള്ളത്. ഒന്ന് ഒരു ആൺ തേനീച്ച, രണ്ടാമത്തത് ഒരു ക്വീൻ, പിന്നെ മൂന്നാമത്തത് ഒരുപാട് വർക്കേഴ്സാണ്. പക്ഷേ ഈ ക്വീൻ തേനീച്ച ഈ വർക്കേഴ്സിനെ പോലെ തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വർക്കേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഈ ക്വീൻ തേനീച്ചേനെ എന്ത് ചെയ്തു, ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു ഡയറ്റ് അത് കൊടുത്തു. ആ ഡയറ്റിനെ നമ്മൾ പറയുന്നത് റോയൽ ഡയറ്റ് എന്നാണ്. അപ്പോൾ ഈ റോയൽ ഡയറ്റിൽ ഒരുപാട് ന്യൂട്രീഷ്യൻസും മിനറൽസും സാധാ വർക്കേഴ്സിനേക്കാളും ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഈ ക്വീൻ തേനീച്ചയ്ക്ക് മാറിയത്. മനസ്സിലായ? ഈ ക്വീൻ തേനീച്ചയുടെ റോൾ എന്താണ് കൂട്ടിൽ? അതായത് അതാണ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ, കുട്ടികൾ ഉണ്ടാക്കാനും ഒക്കെ അവരുടെ പണിയാണ്. മനസ്സിലായ? അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രഗ്നൻ്റ് ലേഡി ആവുന്നത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളുടെ ഡയറ്റ് ശരിക്ക് കൺട്രോൾ ചെയ്യണം. To be continued.